ഡെഫിനറ്റ്ലി ഈ ഗെയിമിംഗ് വെച്ചിട്ട് കുട്ടികളുടെ ലൈഫിൽ കുറേ ചേഞ്ച് വരുന്നുണ്ട്. എസ്പെഷ്യലി അതിന്ന് അവർ എന്താ പറയുക, അവർ ഇൻകം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അവർ അതിന്ന് കുറേ എവിടേക്കോ ഉള്ള കുറേ ആളുകളുമായിട്ട് ലിങ്ക് ആവുന്നു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മറ്റ് ചിലപ്പോൾ ബിഹേവിയറൽ ആസ്പെക്ട്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കാം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പറയുമ്പം ഒന്ന് ലൈക്ക് ഫാമിലി സ്ട്രക്ചർ, ഫാമിലിയുടെ അകത്തുള്ള പല കാര്യങ്ങളും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് പാരൻസ് ആവാൻ ഉള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളോട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് ചിലപ്പം ലൈക്ക് നമുക്ക് കിട്ടിയ പാരൻറ്റിങ് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ അവർക്കുള്ളൊരു പ്രശ്നം നമ്മൾ വേറൊരാൾ പറഞ്ഞറിയുന്നതിന് പകരം അവർക്ക് നമ്മളോട് വന്ന് നേരിട്ട് പറയാനുള്ളൊരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. രണ്ടാമത്തെ സാധനമാണ് പിയർ പ്രഷർ. അപ്പോൾ ഈ പിയർ പ്രഷറും ഈ പറഞ്ഞ ഗെയിമിങ്ങിൽ വന്നേക്കാം. കാരണം പിയർ പ്രഷർ ഇൻഡയറക്റ്റ്ലി ആയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു അറ്റൻഷനും അവരും ഈ പറയുന്ന പിയറിൻ്റെ ഭാഗമാവണമെങ്കിൽ ഞാൻ ഇതിലൊക്കെ എൻഗേജ് ചെയ്യണം, ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പം ഇത്രയും വേറെയും ഒരുപാട് തരം ഫാക്ടേഴ്സ് ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ സൈബർ സ്പേസസിലൂടെ ആളുകൾ കുറച്ചും കൂടെ കുട്ടികളിലേക്ക് എത്തുന്നു, അത് ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ എത്തുന്നു എന്നുള്ളൊരു സാധനം കൂടി നമ്മളെ ആശങ്കാജനകമാണ്.